നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലുമൊക്കെ ഊരി മാറ്റാവുന്ന പല്ല് സെറ്റുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. കുട്ടിക്കാലത്ത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഇവ ഉപയോഗിക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ സെറ്റ് പല്ല് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, വെച്ച് ശീലിക്കേണ്ടതും വൃത്തിയാക്കേണ്ടതുമൊക്കെ എങ്ങനെയാണ് എന്ന് മിക്കവർക്കും അറിയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമാക്കുന്ന വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. പല്ല് സെറ്റ് വെച്ചതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയോട് മാനസികമായി പൊരുത്തപ്പെടുക എന്നുള്ളത്. ആദ്യമായി നമ്മുടെ വായിൽ ഒരു കൃത്രിമ ദന്തം വയ്ക്കുമ്പോൾ ചേരേണ്ടത് മനസ്സുകൊണ്ടാണ്. നമ്മുടെ നാവിനും കവിളിനും ബ്രെയിനിനുമെല്ലാം മനസ്സിലാകണം ഇത് പുതിയൊരു വസ്തുവാണ് എന്ന്. അതിനായി കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ശീലമാകുന്നത് വരെ സംസാരിക്കാനും ഭക്ഷണം ചവയ്ക്കാനുമെല്ലാം സമയമെടുക്കും. അതിനായി ആദ്യമായി ചെയ്യേണ്ടത് പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനായി വെറുതെ ഇരിക്കുമ്പോൾ പത്രമോ മറ്റു പുസ്തകങ്ങളോ ഉറക്കെ വായിച്ച് ശീലിക്കുക. സെറ്റ് വെച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ച് ശീലിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. വെള്ളം കുടിക്കുമ്പോൾ പല്ല് സെറ്റിനിടയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് സെറ്റ് പല്ല് ഊരി വരാനിടയുണ്ട്. അത് സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഊരി വരുമ്പോൾ നമ്മളത് നാവ് കൊണ്ട് മോണയിലേക്ക് അത് ഉറപ്പിച്ചു വെക്കുന്നതും കടിച്ച് ഉറപ്പിച്ചു വെക്കുന്നതുമാണ് അതിലൂടെ പഠിക്കേണ്ടത്. പിന്നെ സോഫ്റ്റായ ആഹാരങ്ങൾ തുടക്കത്തിൽ കഴിച്ചു നോക്കുക. അത് കഴിക്കുമ്പോൾ വേദനയോ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സാധാരണ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങേണ്ടത്. പുതിയ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ മോണ മുറിയുന്നതും വേദന അനുഭവപ്പെടുന്നതും സാധാരണമാണ്. അത് മിക്കവാറും ഒരാഴ്ച കൊണ്ട് ഈ വിങ്ങലുകളെല്ലാം മാറുന്നതാണ്. ഇനി വായ മുറിയുന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ കൂർത്തിരിക്കുന്നതോ റഫായതോ ആയ ഭാഗങ്ങൾ ട്രിം ചെയ്ത് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ മാറുന്നതാണ്. അല്ല എങ്കിൽ അവിടെ അൾസറായി മാറുകയും വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. സെറ്റ് പല്ല് വെച്ച് തുടങ്ങുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായ കവിൾ കൊള്ളുന്നത് മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രകൃതിദത്ത പല്ലുകൾ പോലെ തന്നെ കൃത്രിമ ദന്തങ്ങളും പതിവായി വൃത്തിയാക്കേണ്ടത് പ്രധാനമാണ്. എല്ലാ ദിവസവും സെറ്റ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളത്തിലിട്ട് അടച്ചു സൂക്ഷിക്കേണ്ടതാണ്. മൃദുവായ രോമമുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചും പേസ്റ്റ് ഉപയോഗിച്ചും വൃത്തിയാക്കാവുന്നതാണ്. അധികം ഹാർഡായ ബ്രഷ് ഉപയോഗിച്ചാൽ സെറ്റിന്റെ മൃദുത്വം നഷ്ടപ്പെടുകയും പിന്നീട് ഭക്ഷണം അവിടെ ഡെപ്പോസിറ്റ് ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കൃത്രിമ പല്ലുകളിൽ പശ ഉപയോഗിക്കുന്നവരാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പശ നീക്കം ചെയ്യണം. ഇനി പലരും ചോദിക്കാറുള്ളതാണ് സെറ്റ് പല്ലുകൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാണ് എന്ന്. വെള്ളത്തിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പല്ല് സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലായ അക്രിലിക് ഉണങ്ങുകയും പല്ല് സെറ്റിന്റെ ആകൃതി നഷ്ടപ്പെട്ട് കാലക്രമേണ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. വെള്ളമുണ്ടെങ്കിൽ മാത്രമാണ് അത് ഉണ്ടാക്കിയ ആ ഷേപ്പിൽ നിൽക്കുകയുള്ളൂ. വായിലാണെങ്കിൽ ഉമിനീരുള്ളത് കൊണ്ട് വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് കുറവില്ല. പക്ഷെ വായിൽ നിന്ന് അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സാധാരണ വെള്ളത്തിലിട്ട് വെക്കണം. പകലോ രാത്രിയോ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വെപ്പ് പല്ലുകൾ നീക്കം ചെയ്യുകയും മോണകൾക്ക് വിശ്രമം നൽകുകയും വേണം. എന്നാൽ കുറേ നാള് പല്ല് സെറ്റ് വെക്കാതെ ഇരുന്നാൽ മോണ ചുരുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എങ്കിൽ സെറ്റ് പല്ല് സ്ഥിരമായി വെക്കേണ്ടതാണ്. ഇനി വായിൽ നിന്ന് പല്ല് സെറ്റ് ഊരുമ്പോഴും വൃത്തിയാക്കുമ്പോഴുമെല്ലാം നിങ്ങളുടെ പല്ലുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ് പൊട്ടിപ്പോകാനിടയുണ്ട്. പല്ല് സെറ്റ് പൊട്ടുകയോ പല്ല് നഷ്ടപ്പെടുകയോ അയഞ്ഞതായി തോന്നുകയോ ചെയ്താൽ അത് സ്വയം ശരിയാക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ സമീപിക്കുക. എന്നാൽ ഇപ്പോൾ പൊട്ടിപ്പോകാത്ത വിധത്തിലുള്ള സെറ്റുകളും അവൈലബിൾ ആണ്. ഇനി പലരും പറയാറുണ്ട് പല്ല് സെറ്റ് വെക്കുന്ന സമയങ്ങളിൽ നല്ല ടൈറ്റായി വായിൽ ഉറച്ചിരിക്കുന്ന സെറ്റ് 5-6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ലൂസായി വരുന്നു എന്നുള്ളത്. നമുക്കറിയാം ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലുള്ള മസിലുകളും എല്ലുകളുമൊക്കെ ശോഷിക്കുന്നത് പോലെ വായിലെ എല്ലുകളും മസിലുകൾക്കുമൊക്കെ ഓരോരുത്തരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ശോഷണം സംഭവിക്കാം. അങ്ങനെ മോണ ചുരുങ്ങി പല്ല് സെറ്റിന് ഇളക്കം സംഭവിക്കാം. അതുകൊണ്ടാണ് എല്ലാ വർഷവും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിച്ച് വായും സെറ്റുമൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇപ്പോൾ സെറ്റ് പല്ല് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ വയ്ക്കാം. എന്നാൽ ഇനി സെറ്റ് പല്ല് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ഈ അറിവുകൾ ഉപകാരപ്പെടുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് പല്ല് ഉപയോഗിക്കുന്ന പ്രായമായവർക്കും ഇവ പറഞ്ഞു കൊടുക്കാവുന്നതാണ്.